ഫിഷലോട് കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 23-ാമത്തെ വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പദാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. മത്തായി സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യത്തിൽ പദാരം കൊടുക്കുന്ന വസ്തുക്കളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇവിടെ പരാമർശിക്കുന്ന ഒരു വസ്തുവാണ് ചതുകുപ്പ. അനിതം ഗ്രാവിയോളൻസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ദിൽ എന്ന ഔഷധ സസ്യമാണ് ചതുകുപ്പ. വാണിജ്യ പ്രാധാന്യമുള്ള ഈ സസ്യം ഏകദേശം 4 അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു വാർഷിക വിള കൂടെയാണ്. ഇതിന്റെ ഇലകൾ ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ ഇരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. കടും മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കുലകളായി ഈ സസ്യത്തിൽ കണ്ടുവരാറുണ്ട്. അണ്ഡാകാരവും ഇരുണ്ടതുമായ ഇതിന്റെ വിത്ത് എരിവുള്ളതും സുഗന്ധമുള്ളതും ആയതുകൊണ്ട് ഇത് ഭക്ഷണപദാർത്ഥങ്ങളിൽ ഒരു സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കുകയാണ്. ഇതാണ് മത്തായി സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന ചതുകുപ്പ. വിശുദ്ധ ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ചതുകുപ്പയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.